ഹായ്! ഇപ്പോൾ സമയം ഒരു 6:00 ആയിട്ടുണ്ടാവും. ഇന്ന് എനിക്കും ശ്രീലിനുമായിരുന്നു ഐ പി ഡ്യൂട്ടി. അങ്ങനെ തന്നെ ഞങ്ങൾ 6:00 ഇറങ്ങി ഒരു 7 മണിക്ക് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോളേജിൽ നമുക്ക് ഐ പി ഡ്യൂട്ടി വരുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 ദിവസമായിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ രണ്ടാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് കുറച്ച് സിമ്പിളായിട്ട് രാവിലെ എണീക്കാനൊക്കെ ഒരു മടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതായിട്ട് വിശന്നു. അങ്ങനെ ഫുഡ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, ചെന്നൊരു ചായയും വടയും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അമ്പീസിൽ പോയി ഒരു ചായയും വടയും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് തിരിച്ച് നേരെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകായിരുന്നു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ചെന്ന് സൈൻ ചെയ്തു. ഇത് ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു മരുന്നാണ്. അതിൻ്റെ കുറച്ച് നേരം കൂടി വെയിലത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം വെയിലത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഐ പിയിൽ ഒരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ആയതുകൊണ്ടാണ് ഡിസ്ചാർജ് സമ്മറിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ രാവിലെ പിന്നെ ഒന്നുകൂടി റൗണ്ട്സിന് പോയി. ശേഷം ക്ലാസ്സും ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം നേരത്തെ തന്നെ ഇറങ്ങി. കാരണം ഞങ്ങൾക്കിന്ന് ലാബിൽ പോയിട്ട് ഒരു മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ക്ലാസ്സിൽ പോയി സൈനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം നമ്മുടെ പോത്തീസിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ളൊരു ലാബിൽ പോയിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങി. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് പാലും തിളപ്പിച്ച് കുടിച്ച് ഞങ്ങൾ ഇന്നൊരു ഫിലിമിന് പോയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് 4 പേരും കൂടിയാണ് സിനിമയ്ക്ക് പോകുന്നത്. പ്രകമ്പനം കാണാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞാണ് എത്തിയത്. അങ്ങനെ ഓടിപ്പടിച്ച് തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ എത്തി. ഫിലിം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തിയേറ്ററിന് തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവളുടെ വീട്ടിലോട്ടായിരുന്നു പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വിശപ്പായിരുന്നു. എല്ലാവരും എന്തൊക്കെയോ ഫുഡ് അവിടെ നിന്ന് വാരി വലിച്ച് കഴിച്ചു. തണ്ണിമത്തനും ബിസ്ക്കറ്റും കടലയും അങ്ങനെ എന്തൊക്കെയോ ഫുഡുകളൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് അവരായിരുന്നു കേട്ടോ കാറിന് കൊണ്ട് വിട്ടത്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കുറേ സിനിമയുടെ വിശേഷങ്ങളും കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കിടന്നു. അപ്പോൾ ഓക്കെ, ബായ്.